ഹലോ ഗൈസ്, അപ്പോൾ ഒരു വാട്ട ഈറ്റിന് ഇടയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പം പിന്നെ ഉച്ചയായപ്പോഴത്തേന് വറുത്തമനുണ്ടായിരുന്നു, മീൻ പരിച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ തീയലുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പാവക്ക തീയൽ. അപ്പം അതെല്ലാം കൂടി കൂട്ടി നല്ല ഒരു കുഴച്ച് നല്ല പിടിച്ചെന്ന് പറയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തീയൽ ഒരു ദിവസം ഇരുന്നിട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു അടിപൊളിയല്ലേ. അപ്പോൾ വറുത്തമീനും മീൻ പറ്റിച്ചത് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് മത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേനും ചായ കുടിച്ചതിന് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ പിന്നെ ഒരു ചോക്കോ ബാർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാക്കറ്റിൽ കാണുമ്പോൾ നല്ല പൊള്ളിയായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇത് കൊണ്ടുവന്നതോടെ എൻ്റെ മകളുടെ കയ്യിലായിരുന്നു. അത് ഓപ്പണാക്കി നോക്കിയപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ രാത്രി ഞാൻ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പം ചോറിന് ഞാൻ കഴിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പപ്പടം കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പം ചോറിൻ്റെ കൂടെ നമ്മൾ ആ പാവക്കത്തേലുണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതിൻ്റെ ചട്ടിയിൽ നിന്ന് ഞാൻ ചോറിട്ട് പുരട്ടിയതും പിന്നെ മീൻ പറ്റി